ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ SLC മലയാളം ഫസ്റ്റിലെ മുത്തുമണികളെ, നിങ്ങൾ എക്സാമിലേക്ക് പോകുമ്പോൾ, അതായത് SLC മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയിലെ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പൊതുനിർദ്ദേശങ്ങളുമുണ്ട്. എത്ര മാർക്കിനാണ്, എത്ര സമയത്താണ് നമ്മുടെ എക്സാം, അല്ലേ, ഏതൊക്കെ എക്സാം എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം, ഈ എക്സാം ഏതൊക്കെ മാർക്കിനാണ് ചോദിക്കുക, ഈ മാർക്കിൻ്റെ വെയിറ്റേജ് രീതി എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ SLCയിലെ മുത്തുമണികളെ, 10ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ മലയാള എക്സാം, മലയാളം ഫസ്റ്റ്, അതായത് കേരള പാഠാവലി എക്സാമിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി ആദ്യം തന്നെ വായിച്ചു നോക്കണം. അതാണ് സാറിന് പറയാനുള്ളത്. അത് ഏത് എക്സാം ആയിക്കോട്ടെ, 5, 6, 7, 8, 9, 10, ഇനി ഏത് എക്സാം ആയിക്കോട്ടെ, അവരോടൊക്കെ സാറിന് പറയാനുള്ളത് നിങ്ങൾ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചു നോക്കണം. എപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നിർദ്ദേശം എന്ന് പറയുന്നത്, ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, അതായത് സ്കൂൾ ഓഫ് ടൈമാണ്, അല്ലേ. നമുക്ക് എന്താ പറയുക, ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, നമുക്ക് സമാശ്വാസ സമയമാണ്. നമ്മുടെ ഈ എക്സാമിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ക്രിസ്ത്യാനോ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾ എന്ത് വേണം, ഒന്ന് കൂളായിട്ട് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കേണ്ട. ആദ്യത്തെ 15 മിനിറ്റാണ്, ഇത് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. അതായത് ചോദ്യങ്ങളൊക്കെ വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ വായിച്ച കഥകളും കവിതകളും അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും എല്ലാം തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അതാണ് ഈ ടൈം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇത് പറയുന്നത്, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം, അല്ലേ. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിക്കണം. ചാടിക്കേറി എല്ലാത്തിനും ഉത്തരം എഴുതരുത്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അഥവാ അല്ലെങ്കിൽ എന്ന ചോദ്യം ഉണ്ടാകും. അതുണ്ടാകുമ്പം എല്ലാ ചോദ്യം ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 5 ചോദ്യത്തിന് 4 മാത്രം ഉത്തരം എഴുതിയാൽ മതിയാവും. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക. A അല്ലെങ്കിൽ B എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ A or B എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 2നും ഉത്തരം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. ചില കുട്ടികൾ ചിന്തിക്കും, സാറേ 2 ക്വസ്റ്റ്യനും എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടില്ലേ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ 1 മാത്രം എഴുതിയാൽ മതി കേട്ടാ. 2 എഴുതി സമയം കളയല്ലേ മുത്തുമണികളെ. നിങ്ങൾ വിചാരിക്കും A or B ഉണ്ടെങ്കിൽ Aയും Bയും എഴുതിയാൽ കുറേ മാർക്ക് കിട്ടുന്നു. ഒരു കാര്യമില്ല, ഏതെങ്കിലും ഒന്നിനെ മാർക്ക് കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതാൻ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം, അല്ലേ. സ്കോറും സമയവും, എത്ര മാർക്കിനാണ് ഈ ചോദ്യം, എത്ര സമയത്തിൽ എഴുതി തീർക്കാം എന്നൊക്കെ എൻ്റെ മക്കൾ ഉഷാറായിട്ട് പഠിച്ചിരിക്കണം. ഇനി സാറിൻ്റെ വക നിർദ്ദേശം, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം കേട്ടോ. മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് പോകണം. ട്രാൻസ്പെറൻ്റ് ആയ വാട്ടർ ബോട്ടിലിൽ എന്താണ് ആ സൈഡ് വെച്ച് എഴുതിക്കോളൂ. പിന്നെ നിങ്ങളെ ഈ എന്താ പറയുക, ഡിജിറ്റൽ വാച്ചൊന്നും കെട്ടണ്ട. റിയൽമീൻ്റെ, റെഡ്മീൻ്റെ, സാംസങ്ങിൻ്റെ ഒന്നും വാച്ച് കെട്ടണ്ട. സാധാരണ ക്ലോക്ക് വൈസായ വാച്ച് മാത്രം കിട്ടിയാൽ മതി. എക്സാം ഹാളിൽ പോയിട്ട് അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മാർക്ക് എത്രയാണ് നമ്മുടെ സമയം എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ എക്സാം 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആകെ മാർക്ക് 40 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് ഓരോന്നിനും 1 മാർക്ക് വീതം 4 മാർക്ക് കിട്ടില്ലേ. അപ്പോൾ 1 വേർഡിന് ഉത്തരം എഴുതണം. ഇത് തെറ്റിക്കരുത്, ഇതിനാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. പിന്നെയോ 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3, 4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. 5, 6, 7. 5 മുതൽ 7 വരെ 3 ചോദ്യങ്ങളുണ്ട്. എത്ര മാർക്കാണ്? 3 മാർക്ക് വീതം 9 മാർക്ക് കിട്ടും, അല്ലേ. അതിനും ഉത്തരം എഴുതണം. പിന്നെയോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. മക്കളെ, ഈ 3, 4 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് അതിൽ അരപ്പുറം എഴുതുകയും അരപ്പുറത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് 3, 4 വാക്യത്തിനും എഴുതുന്ന കുറേ ടീമുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, കൃത്യമായിട്ട് എക്സാം എഴുതിയാൽ മതി. 3, 4 വാക്യം എന്ന് പറഞ്ഞാൽ അത്ര മതി. അതിൽ കൂടുതലും വേണ്ട, കുറവും വേണ്ട. നത്തിങ് മോർ, നത്തിങ് ലെസ്. നടുക്ക് 3, 4 വാക്യം അത് മതി.
പിന്നെയോ 8 മുതൽ 11 വരെ 8, 9, 10, 11 4 ചോദ്യം ഉണ്ടാവും. എക്സ്ട്രാ ഒരു ചോദ്യം കൂടി വരും, 5 ചോദ്യം അഥവാ ഓർ ക്വസ്റ്റ്യൻ ആണ്, അതിനും കൂടി ഉത്തരം എഴുതണ്ട. അപ്പോൾ 4 ചോദ്യങ്ങൾ ഉണ്ടാവും. 8, 9, 10, 11. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. അതായത് ഒരു പേജിൻ്റെ അരപ്പുറം എന്ന് പറഞ്ഞാൽ ഇതൊരു പേജാണെങ്കിൽ ഈ പേജിൻ്റെ പകുതിയാണ് അരപ്പുറം എന്ന് പറയുന്നത്. ഇതൊരു പേജിൻ്റെ പകുതിയാണ് അരപ്പുറം. ഇതൊരു പേജ്, ഈ പേജ് മുഴുവനും ഒരു പുറമാണ്, ഇതിൻ്റെ പകുതിയാണ് അരപ്പുറം. അതെൻ്റെ മക്കൾ മറക്കണം. ഈ 2 ഭാഗം കൂടിയാലല്ല ഒരു പേജ് ഒരു പുറം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് അരപ്പുറം പറഞ്ഞാൽ ഇതിൻ്റെ പകുതി. അത് സെറ്റല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പോൾ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം 4 ചോദ്യം ഉത്തരം എഴുതണം, 20 മാർക്ക് കിട്ടും. അവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും ഒരു പുറമാണ്. ഒരു പുറം, ഇതിൽ കൂടണ്ട, ഇതിൽ കൂടുതൽ വേണ്ട, ഒരു പുറം മാത്രം മതി. പാരഗ്രാഫൊക്കെ ആക്കിയിട്ട് എഴുതുക, തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് എഴുതുക. എന്താണ്, 7 മാർക്ക് കിട്ടും. അവിടെയും ഓർ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 1 മാത്രം എഴുതുക, 7 മാർക്ക് കിട്ടും. അങ്ങനെ ഇത് മൊത്തം കൂട്ടി നമുക്ക് 40 മാർക്കായിരിക്കാം. 1.5 മണിക്കൂർ എക്സാം ഉണ്ടാവും. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. നിങ്ങൾ ബാക്കി സമയത്ത് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ചിന്തിച്ച് ഇരുന്ന് അപ്പുറം ഇപ്പുറം കോപ്പി അടിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞൊന്നും സമയം കളയരുത്. ചില ടീംസിൻ്റെ എക്സാം ഹാളിൽ പോയത് വായി നോക്കിയാൽ പല്ലും പറഞ്ഞിങ്ങനെ വായി നോക്കി നടക്കും. പിന്നെ പേനേൻ്റെ മഷി കഴിഞ്ഞ്, അയ്യോ സാറേ പേനേൻ്റെ മഷ കഴിഞ്ഞെന്ന് പറയും. പിന്നെ വെള്ളം വേണമെന്ന് ചോദിക്കും. കോപ്പി അടിച്ച് സമയം കളയും. പിന്നെ പുറത്തു കൂടി പോകുന്ന ആൾക്കാരെയും പ്യൂണിനും ടീച്ചേഴ്സിനെയും കുട്ടികളൊക്കെ വായി നോക്കി വെറുതെ സമയം കളയും. വെറുതെ സമയം നോക്കി സമയം കളയും. പിന്നെ ക്ലോക്ക് നോക്കും. പിന്നെ വെറുതെ കിടന്നുറങ്ങും. അതൊന്നും വേണ്ട. കൃത്യമായിട്ട് പഠിച്ച് ആത്മാർത്ഥതയോടുകൂടി എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുകയാണ്. നിർദ്ദേശങ്ങളൊക്കെ തന്നെ വായിച്ച് നല്ല മാർക്കും സ്കോറും ടൈമും എല്ലാം നോക്കി അടിപൊളിയായി നല്ലൊരു എക്സാം എഴുതാൻ പറ്റട്ടെ. മലയാളം ഫസ്റ്റ് എക്സാം ഉഷാറായിട്ട് എഴുതട്ടെ. എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.